ഇടുക്കി കട്ടപ്പനയിലെ കൊലപാതക കേസിൽ മൊഴി മാറ്റി പറഞ്ഞ പ്രതി നിതീഷ് കുഞ്ഞിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ മറവ് ചെയ്തെന്നായിരുന്നു നിതീഷ് ആദ്യം മൊഴി നൽകിയത്. മൊഴി മാറ്റിയതിനാൽ അവ്യക്തത തുടരുകയാണ്. നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചെയ്യുകയാണ്. സുബിൻ, ഈ പ്രതി നിതീഷ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു, വിശദാംശങ്ങൾ. പ്രധാനമായും ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിലിപ്പോൾ ഇയാൾ മൊഴി മാറ്റിയിട്ടുള്ളത്. പ്രതിയായിട്ടുള്ള നിതീഷ് മൊഴി മാറ്റിയിട്ടുള്ളത്. നിലവിലിപ്പോൾ പോലീസിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നതും ഈ നിതീഷ് അടിക്കടി മൊഴി മാറ്റി പറയുന്നതാണ്. ഇന്നലെ നിതീഷ് പറഞ്ഞത് പ്രകാരം ഈ ഒരു കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്തിൽ കുഞ്ഞിനെ മറവ് ചെയ്തു എന്നാണ് നിതീഷ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ പോലീസിന് ഇവിടെ നിന്നും ഇത് തുമ്പുകളൊന്നും തന്നെ അല്ലെങ്കിൽ തെളിവുകളൊന്നും തന്നെ ലഭിക്കാൻ സാധിക്കുന്നതോടുകൂടി വീണ്ടും അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്ത സാഹചര്യമുണ്ടായി. ഈ സമയത്താണ് ഇവിടെ നിന്ന് മാറ്റി എന്ന തരത്തിലുള്ള ഒരു മൊഴി, അല്ലെങ്കിൽ മൃതദേഹം അവിടെ നിന്ന് മാറ്റി എന്ന തരത്തിലുള്ള ഒരു മൊഴി പോലീസിന് ലഭിക്കുന്നത്. പക്ഷെ ആ ഒരു മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ പോലും അതിന്റെ സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ കൂട്ടുപ്രതിയായിട്ടുള്ള വിഷ്ണുവിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഈ നിതീഷ് മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് വിഷ്ണുവിനെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് പറയുന്ന പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹം, ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ നിതീഷ് തന്നെ മാറ്റാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കൃത്യമായ ഒരു മൊഴി നിതീഷിൽ നിന്നാണ് ലഭിക്കേണ്ടതുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇന്നും ഈ ഒരു കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്ത് കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവിടെ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പോലീസിനുള്ളത്. അല്പസമയത്തിനകം തന്നെ ആ ഒരു പരിശോധനകൾ ആരംഭിച്ചേക്കാനാണ് സാധ്യത. സുബിൻ, ഇന്നും ഈ തെളിവെടുപ്പ് തുടരാനിരിക്കുകയാണ്. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിനുള്ളിൽ നിർണായകമായ എന്തൊക്കെ തെളിവുകളാണ് ശേഖരിക്കപ്പെട്ടത്? പ്രധാനമായും ഇന്നലെ നടന്ന തെളിവെടുപ്പിൽ ഈ ഒരു മൃതദേഹം കണ്ടെടുത്തു എന്നുള്ളതാണ്, മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അതായത് വീടിനുള്ളിൽ നിന്ന് ഈ ഒരു മൃതദേഹം വീടിനുള്ളിൽ നിന്ന്, അതായത് ഈ കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നിർണായകമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിതീഷ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെടുത്തത്. ഒരു വേസ്റ്റ് ബോർഡ് പെട്ടിക്കുള്ളിൽ 3ആയി ഒടിച്ച് മടക്കിയ രീതിയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ഒരു വ്യക്തിവൈരാഗ്യം, അതായത് ഈ സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സാഗര ജംഗ്ഷനിലെ സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, ഈ പണം ചിലവാക്കിയത് അത്രയും നിതീഷാണ് എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസിനുള്ളത്. ഈ പണം ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട് നിതീഷും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട വിജയനും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ ചുറ്റിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം കസേരയിൽ ഇരിക്കുകയായിരുന്ന വിജയനെ പുറകിൽ നിന്ന് ചുറ്റിക്കൊണ്ട് തലക്കടിച്ച ശേഷം തള്ളി നിലത്തേക്ക് ഇടുകയായിരുന്നു. അതിനുശേഷം ഇയാളെ ചവിട്ടി ആ ഒരു മൃതദേഹം അത്തരത്തിൽ ഈ ഒരു കുഴിക്കുള്ളിലേക്ക് ആക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായി എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം. കൂടാതെ ഈ ഒരു വീട്ടിൽ നിന്ന് ഈ തിരക്കടിച്ച് കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ ഈ ഒരു പ്രതികളെ ഇവർ തന്നെ എന്ന് സ്ഥിരീകരിക്കാനാകുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായ വശം മാത്രമാണുള്ളത്. അതായത് ഈ ഒരു DNA പരിശോധന നടത്തി ഈ ഒരു കണ്ടെത്തിയ മൃതദേഹം അത് വിജയന്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കണം. ആ ഒരു കാര്യം മാത്രമാണ് ഇനിയുള്ളത്. മറ്റു തരത്തിൽ അത് വിജയന്റെ മൃതദേഹമാണ്, അതായത് പ്രതി പറഞ്ഞത് പ്രകാരം വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു തുമ്പ് ലഭിക്കേണ്ടത് ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നിലവിലിപ്പോൾ പോലീസ് നടത്തുന്നത്. ഇന്ന് ഈ വിഷ്ണുവിനെയും ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കോട്ടയത്ത് എത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കേസിൽ സുപ്രധാനമായ തെളിവുകൾ ശേഖരിക്കാനാവുമെന്നാണ് പോലീസ് കരുതുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.